ഗുഡ്വിൽ പാചകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചോതിയാണല്ലോ. ചോതി നാളിൽ ഇന്ന് ഞാൻ സേമിയ വെച്ച ഒരു കാരമൽ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സേമിയ ഉണ്ടാക്കാനായി നമ്മളൊരു ഓട്ടുരുളി എടുക്കാൻ പോവുകയാണ്. നമ്മളൊരു ഓട്ടുരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഓണാക്കി കൊടുക്കാം. ഇത് ചൂടാവാൻ ഒരു 5 മിനിറ്റ് താമസം എടുക്കും. അപ്പോൾ നമ്മുടെ ഓട്ടുരുളി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നാടൻ പശു നെയ്യാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് സേമിയ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ലൈറ്റ് ബ്രൗൺ കളർ വേണം. അപ്പോൾ നമ്മുടെ സേമിയ നന്നായി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇവനെ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കുറച്ച് നെയ്യോടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കാഷ്നട്ടും കിസ്മിസും തേങ്ങാക്കൊത്തൊക്കെ വറുത്തെടുക്കാനുള്ള ആവശ്യമുണ്ട്. അപ്പോൾ കുറച്ച് നെയ്യോടെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ലേശം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഓപ്ഷണലാണ്. വേണ്ടവർക്ക് ആഡ് ചെയ്യാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. തേങ്ങാക്കൊത്ത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 3-4 പീസ് കാഷ്നട്ടും കൂടി വറുത്തെടുക്കാം. തീ ലേശം കുറച്ച് വയ്ക്കാം. നമുക്ക് കാഷ്നട്ട് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. കാഷ്നട്ടും മുന്തിരിയും തേങ്ങക്കൊത്തൊക്കെ ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സേമിയ പായസത്തിന് വേണ്ടി കാരമൽ ചെയ്യാൻ വേണ്ടി ഒരു 100 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കിട്ട് കാരമൽ ചെയ്തെടുക്കാം. കാരമൽ കളർ രീതിയിലാണ് നമ്മൾ സേമിയ പായസം ഇന്ന് തയ്യാറാക്കുന്നത്. ഇങ്ങനെ നന്നായിട്ടൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 50 ഗ്രാം പഞ്ചസാരയാണ് കാരമൽ എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയിട്ട് മധുരം അനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കാരമൽ ഷുഗർ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ലേശം, കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് പഞ്ചസാര ഒന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാരമൽ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേമിയ ഇടാം. നമ്മൾ മുമ്പേ വറുത്ത് വെച്ച സേമിയാണ്. സേമിയ കുറച്ചൊന്ന് ബോയിൽ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം കുറച്ചാണ് ഒഴിക്കുന്നത്. ബാക്കി പാലിലാണ് വേവിക്കേണ്ടത്. ജസ്റ്റ് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പാലിൽ വേവിക്കാം സേമിയ. ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സേമിയ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇത് നന്നായി തിളച്ച് ബോയിലായി വരുമ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇന്ന് ചോതിയാണല്ലോ. ചോതി നാളിൽ പൂക്കളം മുക്കുറ്റിയിൽ നിറയണമെന്നാണ് പഴമക്കാരുടെ ഒരു രീതി. അപ്പോൾ ഇന്ന് തൊട്ട് നമ്മുടെ പൂക്കളത്തിൽ ചെമ്പരത്തി പൂവും വെച്ചു കൊടുക്കാമെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പോൾ ചോതി ദിനം മനോഹരമായി തീരട്ടെ. നമ്മുടെ പായസവും ഇന്ന് മനോഹരമായി തീരട്ടെ. അപ്പോൾ നമ്മുടെ പായസം പാലൊഴിച്ച് നന്നായി വെന്ത് കുറുകി വരുന്നുണ്ട്, തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കാരമൽ സേമിയ പായസം നല്ല സ്വാദും രുചിയും
എല്ലാം ഏറേണ്ടതുള്ളത്. അതുകൊണ്ട് നമുക്ക് ലേശം ഏലക്കപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഏലക്കപ്പൊടി ആഡ് ചെയ്യുകയാണ്. ആഹാ, ഏലക്കയുടെ നല്ല മണം. നമ്മുടെ കാരമൽ സേമിയ പായസം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ബ്രൗൺ കളറായി സേമിയ വറുത്തെടുത്തിരിക്കുന്നത്. അതാണ് നമ്മളൊരു ക്രീമി കളർ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യാം നമുക്ക്. അപ്പോൾ രുചി ഇതിലും മെച്ചമാവും, രുചി ഏറും. ശേഷം 2 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. കാരമൽ സേമിയ പായസം നമ്മൾ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ പാല് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത പാലാണ് ഞാനിന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഡയറക്റ്റ് പച്ചമിൽക്ക് ഒഴിക്കുമ്പോൾ പിരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പാല് തിളപ്പിച്ചെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീടുകളിൽ സേമിയ പായസം കാരമൽ ഉണ്ടാക്കുമ്പോൾ പാല് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സേമിയ കാരമൽ പായസത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ലായിരുന്നു, നമ്മൾ കുറച്ച് കാരമലാക്കി എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മധുരമുണ്ട്. ഈ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഈ മാസം 12-ാം തീയതി ഗുഡ്വിൽ എൻ്റർടൈൻമെൻറ്റ് നിർമ്മിക്കുന്ന കിഷ്കിന്ധാകാന്ഡം എന്ന മൂവി കുടുംബസമേതം പോയി നിങ്ങൾ കാണണം. ഞങ്ങളുടെ ഒരു ചിത്രമാണ്, നിങ്ങളത് പോയി കാണണം തീർച്ചയായും. അപ്പോൾ നമ്മുടെ പായസം നന്നായി തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സേമിയ പായസം റെഡിയായി ഇരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, ഈ മാസം 12-ാം തീയതി ഞങ്ങളുടെ സ്വന്തം സിനിമയായ കിഷ്കിന്ധാകാന്ഡം തിയേറ്ററിൽ എത്തുകയാണ്. നിങ്ങൾ കുടുംബസമേതം പോയി അത് വിജയിപ്പിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ഐറ്റവുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിബിൻ.